അത്രയ്ക്കും ഐ ഹേറ്റ് ദിസ് പ്രോസസ്. നോമ്പ് മുറിക്കാം ഗൈസ്. അല്ല, സമയമായിട്ട് മുറിക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആലിയ വേഴ്സ്. അപ്പോൾ ഞാൻ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കുന്നതിലൊക്കെ ലോങ് വീഡിയോ എടുക്കാം. പക്ഷെ ഞാൻ ഓരോ കാരണങ്ങളായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കും. ലൈറ്റിംഗ് ഇല്ല, മൈക്കില്ല, പെർഫെക്റ്റ് ഡേ അല്ല എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനിങ്ങനെ പെർഫെക്ഷനിസ്റ്റും കളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങും എത്താൻ പോകുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ഡേ എന്ന് ഞാൻ വിചാരിച്ചു. ബിക്കോസ് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം ഇന്ന് വീട്ടിലാരുമില്ല, അവരൊക്കെ ഇടയ്ക്ക് പോയി. ഉമ്മച്ചമ്മ ആരുടെ വീട്ടിൽ പോയി, കാക്കച്ചി എവിടെ പോയി, ഉമ്മച്ചി എവിടെ പോയി, ഇടരെവിടെ പോയി. അപ്പോൾ എനിക്കിന്ന് നോമ്പുണ്ട്. നോമ്പ് ഡേ 7, 7-8 ഒന്നും ആണ്, 7 തോന്നുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കുക്ക് ചെയ്യണം, ഞാൻ തന്നെ എനിക്ക് കുക്ക് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചു അങ്ങ് ഇരിക്കാം എന്നുള്ളത്. പക്ഷേ പിന്നെ വിചാരിച്ചു നോമ്പൊക്കെ എടുത്തില്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നതിൻ്റെ പേരിലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഇതൊരു പെർഫെക്റ്റ് വ്ളോഗൊന്നും ആയിരിക്കത്തില്ല. കാരണം ഞാൻ റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെട്ടി വാരി എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതെനിക്ക് അറിയത്തില്ല എങ്ങനെ വരും എന്നുള്ളത്. നമ്മളിങ്ങനെയൊക്കെയല്ലേ ചെയ്ത് പഠിക്കുന്നത്. സോ കമോൺ ഗൈസ്, നമുക്ക് ഫസ്റ്റ് പോയി അടുക്കളയിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടാക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഇന്ന് ഫ്രൂട്ട്സൊക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് മേടിക്കാൻ പോകണം. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാടൊന്നും കഴിക്കാനും തോന്നത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഉള്ളത് 1-2 ഫ്രൂട്ട്സ് തോന്നുന്നുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വ്ളോഗിലേക്ക് സ്വാഗതം. മുട്ടയുണ്ട്, പിന്നെ 2 പഴമുണ്ട്, കറുത്ത് ചാവാറായിരിക്കുന്ന 2 പഴം. ഈ പഴം വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചക്ക ഇരിപ്പുണ്ട്, നമുക്കതെടുക്കാം. പിന്നെ നമ്മുടെ ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ദോശയും ശക്ഷുക്കയും ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ശക്ഷുക്ക എന്നല്ലേ, ശക്ഷുക്ക ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ചെയ്യാമെന്നുള്ളത്. കാരണം ഇതാണല്ലോ കുറച്ച് വലിയ പണി. ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്യാനും പിന്നെ പഴം എന്തെങ്കിലും ചെയ്യണം. ഫസ്റ്റ് എന്തായാലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ശക്ഷുക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ സാധാരണ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ റെസിപ്പി ഒന്നും നോക്കുന്നില്ല. പണ്ടങ്ങാണ്ട് കണ്ട ഒരു ഓർമ്മയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ റെസിപ്പി എന്തായാലും നമ്മൾ തക്കാളി, ഉള്ളി, മുട്ടയൊക്കെ ഇല്ലേ, എങ്ങനെയായാലും കഴിക്കാൻ പറ്റും. ഉപ്പൊന്നും കൂടാതിരുന്ന് നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. വെറുതെ നോക്കണ്ടല്ലോ. നമുക്കാദ്യം തക്കാളി അരിയാം. ഞാനിത് ഉപ്പ് വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇരുന്ന് മേ ബി അതിൻ്റെ ഒരു എരിവ് പോകുമായിരിക്കും. എരിവല്ല, കണ്ണ് നീറുന്ന ആ ഒരു ഇത് പോകുമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി അവിടെ കിടക്കട്ടെ. അപ്പം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനെപ്പോഴും എന്തെങ്കിലുമൊക്കെ അരിയാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറുമ്പോഴത്തേക്കും ഉമ്മച്ചമ്മ എന്ത് ചെയ്യുമെന്നറിയോ, എൻ്റെ ഈ അരിയൊക്കെ കണ്ടിട്ട് പേടി തോന്നിയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പിച്ചാത്തേങ്ങ് മേടിച്ചുകൊണ്ടു. അപ്പോൾ എനിക്കൊന്നും ചെയ്യേണ്ടി വരാറില്ല. ഇന്നിപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ട് പോയി, ഇവിടെ ആരുമില്ല, ഞാൻ തന്നെ ഇരുന്ന് അരിഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്ക് സവാള അരിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു 1.5 സവാളയിൽ നിർത്തി. കാരണം എനിക്ക് വയ്യ കരയാൻ. ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങനെ സവാള അരിയുമ്പോൾ എന്നോട് ആരെങ്കിലും ഒരു 10 വരം, ഒരു 10 ചോദിച്ചാലേ പറയത്തുള്ളൂ.
10 വരം ഏത് വേണം ചോദിച്ചാൽ എന്നെ പറയും ഒരെണ്ണം ഈ സവാള അരിയുമ്പോൾ കരച്ചിലൊന്ന് മാറ്റി തരണം എന്നുള്ളത് എനിക്കറിയില്ല. അത്രയ്ക്കും ഐ ഹേറ്റ് ദിസ് പ്രോസസ്സ്. അപ്പോൾ ഇതിന് ഷക്ഷുക്ക എന്ന് പറയാൻ കഴിയുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ബേസിക്കായിട്ട് നമ്മൾ തക്കാളിക്കറി ഉണ്ടാക്കത്തില്ലേ, എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി, ഉള്ളിയിട്ട് വഴറ്റി, തക്കാളി ഇട്ട് ബേസിക്കായിട്ടുള്ള മസാലയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ മുട്ട ഈ ഒരു രീതിക്ക് പൊട്ടിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെയല്ല ശരിക്കും ഷക്ഷുക്ക ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഇരുന്ന പഴമില്ലേ, ആ പഴം കറുത്ത് മരിക്കാറായിരുന്നൊരു പഴമാണ്. അത് ഞാൻ പറഞ്ഞില്ല, എനിക്കിന്ന് മൊബൈലൊന്നും നോക്കാൻ ഒട്ടും തന്നെ ഒരു മൂഡില്ലായിരുന്നു റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായിരുന്നു എന്താണത് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്താക്കി, പഴം എടുത്തിട്ട് അതിൽ മുട്ട, സ്റ്റോർ റൂമിൽ കയറി കൈ കിട്ടിയ പൊടികളെല്ലാം വരെയെടുത്ത് മുട്ട, പിന്നെ പഞ്ചസാര, ഉപ്പ്, പിന്നെ കുറച്ച് റവമാവിന് എന്തിനാന്ന് തൊട്ട് എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് മൈദമാവ് ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് പൊരിച്ചെടുത്തു. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മാതളവും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കട്ട് ചെയ്തിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി. പിന്നെ ഇതെല്ലാം പഴം പൊരിച്ച് അങ്ങനെയാണ് ഞാൻ പൊരിച്ചെടുത്തത്, ഒരു പാൻ കേക്ക് പോലെ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഷക്ഷുക്കയുടെ അളിയൻ, പിന്നെ പപ്പായ ജ്യൂസ്, പിന്നെ ദോശ. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം 6:35. ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ സാലഡ് കുറച്ചേ ഉള്ളൂ, ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, പക്ഷേ എന്നാലും ഒന്നും ഇല്ലാതെ ഇല്ല. അപ്പം നമുക്ക് നോമ്പ് മുറിക്കാം ഗൈസ്. സമയമായിട്ട് മുറിക്കാം. അപ്പോൾ ബാങ്ക് വിളിച്ച് നോമ്പൊക്കെ തുറന്ന് നമ്മുടെ വീട്ടിലെ ഈ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കും, ബാങ്ക് വിളിച്ചോ നിൽക്കുള്ളത്, എന്നിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്, എന്നിട്ടാണ് നോമ്പ് മുറിക്കുന്നത്. ആൻഡ് നോമ്പ് മുറിക്കാൻ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര നേരം കഴിക്കാൻ കിട്ടി എന്നുള്ളതല്ല, ഇത്ര നേരം കഴിക്കാതെ നോമ്പ് ഫുള്ളാക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. ആൻഡ് ആ പഴം വെച്ചിട്ടുള്ള റെസിപ്പി വാസ് സോ ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. പിന്നെ എൻ്റെ ജ്യൂസ് വാസ് അട്ടർ ഫ്ലോപ്പ്. ഇത് മറ്റേ ജെല്ല് മാതിരി ആയിരിക്കുമായിരുന്നു. അതിലിങ്ങനെ എനിക്ക് കുടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോമ്പൊക്കെ തുറന്ന് ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി പോയി എൻ്റെ ഫ്ലവറൊക്കെ വീണിടപ്പുണ്ട് തലയിൽ. ഫ്ലവറല്ല, ബൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി പോയി മെയിൻ കോഴ്സ് കഴിക്കണം. നമ്മുടെ ദോശയും ഷക്ഷുക്ക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പിന്നെ യൂട്യൂബ് എടുത്ത് റെസിപ്പി നോക്കിയപ്പോഴത്തേക്ക് അതിൽ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പൊക്കെ മീനെന്നാണ് പറയുന്നത്, അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. സോ ഒരു മുട്ടക്കറി എന്ന് വേണമെങ്കിൽ പറയാമത്, അത്രേ ഉള്ളൂ. അപ്പോൾ ആൻഡ് ഞാനിങ്ങനെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചൊരു കാര്യമാണ്. ഞാൻ ഫസ്റ്റത്തെ ഇൻട്രോയിൽ കാക്കച്ചി ഇവിടെ പോയി, ഉമ്മച്ചി ഇവിടെ പോയി എന്ന് പറഞ്ഞു. ഉമ്മച്ചി എവിടെ പോയതല്ല, ഉമ്മച്ചി ജോലിക്ക് പോയതാണ്, ഉമ്മച്ചി ഇവിടെ ഇല്ല. അപ്പോൾ അതെനിക്ക് പറയണമെന്ന് തോന്നി. സോ ഗൈസ്, നമുക്ക് മെയിൻ കോഴ്സ് കഴിക്കാൻ പോകാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അരിമാവൊക്കെ അവിടെ ഇരിക്കുന്നു, അരിമാവല്ല മൈദമാവ്. ആൻഡ് ഷക്ഷുക്ക വാസ് അട്ടർ ഫ്ലോപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല. കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. തക്കാളി കൂടി, പിന്നെ മുട്ടയ്ക്ക് എന്തൊക്കെയോ മുട്ട കുറച്ച് കട്ടിയായിപ്പോയി, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ സീ ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ഗൈസ്.